ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഈ രണ്ട് അവാർഡുകളും നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് വള്ളത്തോൾ അവാർഡും ഓടക്കുഴൽ അവാർഡും നോക്കാം. 1991 മുതലാണ് വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത്. മലയാള ഭാഷാ സാഹിത്യത്തിൽ മികച്ച കൃതിക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. ഇതിൻ്റെ സമ്മാനത്തുക ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഫാൻസി നമ്പറാണ്. 1,11,111 രൂപ. 6 ഒന്നുകളാണ്. ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. ഇത് അവസാനമായി നൽകിയത് 2019 2019 ഇത് ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ്. 2018 M. മുകുന്ദൻ. 2019 പോൾ സക്കറിയ, 2018 M. മുകുന്ദൻ. വള്ളത്തോൾ അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണ്? പാല നാരായണൻ നായർ. പാല നാരായണൻ നായർക്കാണ് ഈ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. സെക്കൻഡ് കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ളയെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം ഏറ്റവും ആദ്യം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. അപ്പോൾ വള്ളത്തോൾ അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി പാല നാരായണൻ നായരും സെക്കൻഡ് വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ളയും. അടുത്തതായി നമുക്ക് ഓടക്കുഴൽ അവാർഡിനെ കുറിച്ച് നോക്കാം. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ വ്യക്തിയാണ് G. ശങ്കരക്കുറുപ്പ്. 1968 മുതലാണ് ഓടക്കുഴൽ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. 1968 G. ശങ്കരക്കുറുപ്പിന് ലഭിച്ച ജ്ഞാനപീഠ അവാർഡിലെ കുറച്ച് തുക മാറ്റിവെച്ചാണ് അദ്ദേഹം ഈ അവാർഡ് കൊടുക്കുന്നതിനുള്ള ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് രൂപീകരിച്ചത്. 30,000 രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2023 ഓടക്കുഴൽ അവാർഡ് വിന്നർ PN ഗോപികൃഷ്ണൻ. 2022 ഇത് ലഭിച്ചത് അംബിക സുധൻ മാങ്ങാടിനാണ്. അംബിക സുധൻ മാങ്ങാടിനാണ് 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. പ്രാണവായു എന്ന കൃതിക്കാണ് അംബിക സുധന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. പ്രാണവായു എന്ന കൃതിക്കാണ് അംബിക സുധൻ മാങ്ങാടിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2021 ഇത് ലഭിച്ചത് സാറ ജോസഫിന്. 2021 ലഭിച്ചത് സാറ ജോസഫിൻ്റെ ബുധിനി എന്ന കൃതിക്ക്. 2021 സാറ ജോസഫിൻ്റെ ബുധിനി എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഈ അവാർഡുകളൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ ഓർമ്മയിൽ നിർത്തണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കണക്ഷൻ വെച്ചിട്ട് പഠിക്കാം. ഓടക്കുഴൽ അവാർഡുകൾ ഓർത്തു വയ്ക്കാനായി ഞാൻ കണ്ടുപിടിച്ച ഒരു സെൻറ്റൻസാണ് ഇത്. അത് ഇങ്ങനെ വായിക്കാം. ഗോപികൃഷ്ണൻ ഓടക്കുഴൽ പഠിപ്പിക്കാൻ അംബികയുടെ സാറായി വന്നു. ഗോപികൃഷ്ണൻ ഓടക്കുഴൽ പഠിപ്പിക്കാൻ അംബികയുടെ സാറായി വന്നു. ഓടക്കുഴലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത് കൃഷ്ണനെയാണ്. അപ്പോൾ ഗോപികൃഷ്ണൻ ഓടക്കുഴൽ പഠിപ്പിക്കാൻ അംബികയുടെ സാറായി വന്നു. അപ്പോൾ ഗോപികൃഷ്ണൻ 2023, അംബിക ഇതിൽ അംബിക സുധൻ മാങ്ങാട് 2022, സാറായിലെ സാറ ജോസഫ് 2021 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. അപ്പോൾ ഈ സെൻറ്റൻസിൽ നിന്ന് ഏകദേശം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വള്ളത്തോൾ അവാർഡും ഓടക്കുഴൽ അവാർഡും എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.